നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്ത 2018-19 കാലത്തെ മഹാപ്രളയങ്ങൾ എത്തിനോക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് ആലുവ ടൗണിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം അകലെയായി വിശാലമായൊരു വില്ല പ്രൊജക്റ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായൊരു ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. 7 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 3200 സ്ക്വയർ ഫീറ്റിൽ 6 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സംവിധാനങ്ങളോടും കൂടി വിശാലമായിട്ടുള്ള ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് അവസാന വീടായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹരമായ സൗധത്തിൻ്റെ നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കവേർഡ് ആയിട്ടുള്ള വലിയൊരു കാർ പോർച്ചിലേക്കാണ്. ഏകദേശം 2 വലിയ SUVകളും ഒരു ചെറിയ കാറും ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഈ കാർ പോർച്ചിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ മെയിൻ ഡോർ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കും കിഴക്ക് ഭാഗത്തേക്കുമാണ്. 2 മെയിൻ ഡോറുകളാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കുടിവെള്ള സ്രോതസ്സിനായി ഇവിടെ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. അത്യാവശ്യം വലിയ രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 800 മീറ്ററും ആലുവ ടൗണിൽ നിന്ന് 2 കിലോമീറ്ററും ശിവഗിരി വിദ്യാനികേതൻ CBSE സ്കൂളിൽ നിന്ന് 2.5 കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് 4 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 12 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 12.5 കിലോമീറ്ററുമാണ് ഈ ഗംഭീരമായ വീട്ടിൽ നിന്നുള്ള വഴിദൂരം. 2018-19 കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്തായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ എൻഡ് പ്ലോട്ടിലുള്ള അവസാന വീടായതുകൊണ്ട് തന്നെ വീടിന് മുൻഭാഗത്തെ വിശാലമായ വഴി നമുക്ക് 4-മത്തേതും 5-മത്തേതുമായ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമായി ഉപയോഗിക്കാവുന്നതാണ്. വീടിൻ്റെ മുൻഭാഗത്തായി അത്യാവശ്യം വലിയൊരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത്. മുൻപേ പറഞ്ഞതുപോലെ കിഴക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കുമായിട്ടാണ് മെയിൻ ഡോർ ദർശനങ്ങൾ നൽകിയിട്ടുള്ളത്. കിഴക്ക് ഭാഗത്തേക്കുള്ള മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ലക്ഷൂറിയസ് ഡിസൈനിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. മനോഹരമായിട്ടാണ് ഈ ഭാഗത്തെ ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുള്ളത്. മുൻഭാഗത്തെ ഭിത്തിയിലായി ഗംഭീരമായ ഡിസൈനിലുള്ള വലിയൊരു TV യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു. മൾട്ടിവുഡിൽ സെപ്പറേഷൻ കടന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ്. ഈ ഭാഗത്തും ഭംഗിയാർന്ന തരത്തിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകിയിട്ടുള്ളത്. ഏകദേശം 20ഓളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായ ഈ ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത്. സ്റ്റെയറിന് താഴെയായി ഭംഗിയാർന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നമ്മെ കാത്തിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ കിച്ചൺ ഭാഗത്തേക്കാണ്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള വേറിട്ട ശൈലിയിലായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള മനോഹരങ്ങളായ കബോർഡുകൾ നമ്മെ കാത്തിരിക്കുന്നു. കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് ഈ കിച്ചണിൽ അടുപ്പിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളത്. മെയിൻ കിച്ചണോട് ചേർന്ന് തന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി കിച്ചൺ ഏരിയ കൂടി നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഈ ഭാഗത്ത് തന്നെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള റൂം കൂടി സെപ്പറേറ്റായി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ റൂമിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയും മഹാഗണിയുമാണ്. വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഗാംഭീര്യം തുളുമ്പുന്ന
ഫോൾ സീലിംഗ് വർക്കുകൾക്ക് കീഴിലായി ഒരു ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റൂം സ്പേസ് ഒട്ടും ചോരാതെ തന്നെ ചുവരിന് ഉള്ളിലേക്ക് ഇറക്കി വെക്കത്തക്ക രീതിയിലാണ് ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളുടെയും വാർഡ്രോബുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അൾട്രാ ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന വിശാലമായിട്ടുള്ള ഒരു ബാത്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. കൺസീൽ ടൈപ്പുള്ള യൂറോപ്യൻ ക്ലോസറ്റുകളെല്ലാം നൽകി മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ ബാത്റൂമുകൾ എല്ലാം തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 15 അടി നീളവും 13.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകിയിട്ടുള്ളത്. കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഇനി ഒരു വാർഡ്രോബ് കൂടി ഇവിടെ നിർമ്മിക്കപ്പെടുവാനുണ്ട്. മുൻപത്തെ റൂമിലേതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന ബാത്റൂം ആംബിയൻസ് ആണ് നമുക്ക് ഈ ബാത്റൂമിലും ലഭിക്കുക. ഇവിടെ നിന്നും ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ്. വില്ല പ്ലോട്ടുകൾ, ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റികൾ, ഇൻഡിപെൻഡൻറ്റ് ഹൗസുകൾ എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി വണ്ടർഫുൾ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടുക. ഡൈനിങ് ഏരിയയിൽ നിന്ന് മനോഹരമായി നിർമ്മിക്കപ്പെട്ട സ്റ്റെയർ കയറി നമ്മൾ എത്തി നിൽക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ്. അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസാണ് നമുക്ക് സ്റ്റെയർ കയറി എത്തി നിൽക്കുന്ന ഭാഗത്ത് കാണുവാനായി സാധിക്കുക. ഏകദേശം 25ഓളം പേർക്ക് സുഖമായി ഇരുന്ന് മീറ്റിങ്ങുകൾ കൂടുവാനുള്ള വലിയ വിശാലമായ സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. 3 ഭാഗങ്ങളായി തരംതിരിച്ചിട്ടിരിക്കുന്ന രീതിയിൽ മനോഹരമായിട്ടാണ് ഈ ഭാഗങ്ങൾ അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത്. വാങ്ങുന്ന കസ്റ്റമറിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ അവശേഷിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഓപ്പൺ ബാൽക്കണിയിലേക്കാണ്. അതിവിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ ബാൽക്കണി സെറ്റപ്പാണ് നമുക്ക് ഇവിടെ നിന്നും ആസ്വദിക്കാനാവുക. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശേഷങ്ങളിലേക്കാണ്. 3 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിലായി വരുന്നത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഏകദേശം 14 അടി നീളവും 13.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. മനോഹരമായി നിർമ്മിക്കപ്പെട്ട ഒരു ലക്ഷൂറിയസ് വാഷ് കൗണ്ടറോട് കൂടിയിട്ടുള്ള ബാത്റൂമാണ് നമുക്ക് ഈ ബെഡ്റൂമിൽ ലഭിക്കുക. അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തേതും വീട്ടിലെ 4ാമത്തേതുമായ ബെഡ്റൂം സെറ്റപ്പിലേക്കാണ്. ഏകദേശം 13 അടി നീളവും 12.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത്. ഗാംഭീര്യം തുളുമ്പുന്ന ടൈലുകൾ പാകിയിരിക്കുന്ന അതിവിശാലമായിട്ടുള്ള ഒരു ലക്ഷൂറിയസ് ബാത്റൂം സെറ്റപ്പ് ഈ ബെഡ്റൂമിലും നമ്മെ കാത്തിരിക്കുന്നു. അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ബെഡ്റൂം സെറ്റപ്പിലേക്കാണ്. ഏകദേശം 16 അടി നീളവും 14.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. മറ്റ് ബെഡ്റൂമുകളിനേക്കാൾ വ്യത്യസ്തത പുലർത്തുന്ന രീതിയിലുള്ള ഒരു വിശാലമായിട്ടുള്ള ബാത്റൂം അറേഞ്ച്മെൻ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വെറ്റ് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിൽ അതിവിശാലമായിട്ടുള്ള ഭംഗിയാർന്ന ടൈലുകൾ പതിപ്പിച്ചിരിക്കുന്ന ഈ 5ാമത്തെ ബെഡ്റൂമിലെ ബാത്റൂം അറേഞ്ച്മെൻറ്റ്സിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അവസാനത്തേതും 6ാമത്തേതുമായ ബെഡ്റൂം വിശേഷങ്ങളിലേക്കാണ്. 6ാമത്തെ ബെഡ്റൂം വരുന്നത് ഓപ്പൺ ടെറസിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയർ കയറി എത്തുന്ന ഭാഗത്താണ്. മനോഹരമായിട്ടുള്ള സ്റ്റെയർ കയറി നമ്മൾ എത്തി നിൽക്കുന്നത് വീടിൻ്റെ 6ാമത്തേതും അവസാനത്തേതുമായ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം ഫെസിലിറ്റിയിലേക്കാണ്. ഏകദേശം 13 അടി നീളവും 12 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. ഗാംഭീര്യം തുളുമ്പുന്ന ഒരു ബാത്റൂം സെറ്റപ്പ് ഈ ബെഡ്റൂമിലും നമ്മെ കാത്തിരിക്കുന്നു. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിലയിലേക്കാണ്. 7 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 3200 സ്ക്വയർ ഫീറ്റിൽ 6 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സംവിധാനങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അതിവിശാലമായിട്ടുള്ള ഗംഭീര സൗധത്തിന് ഓണർ ചോദിക്കുന്ന വില 1,70,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. ഈ മനോഹരമായ വീട്
നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.